ഹലോ, എല്ലാവർക്കും ഡി എച്ച് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് റെസിപ്പിയിലോട്ട് പോകാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണിത്. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചെറുതായി മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരട്ടെ. ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ഒരു ചെറിയ സവാളയാണ് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ബീറ്റ്റൂട്ടും ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതും കൂടി ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് കാബേജ് ചെറുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് പാകത്തിന് വെന്ത് വരട്ടെ. ഇതൊരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ട്ലറ്റ് പൊട്ടിപ്പോകാതിരിക്കാനും എണ്ണ അധികം കുടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ. നമ്മുടെ മിക്സെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതൊരു അച്ചാണ് എടുത്തിട്ടുള്ളത്. അച്ച് വേണമെന്നില്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിപ്പോൾ അച്ചുള്ളത് കൊണ്ട് അതിലേക്ക് മാവിട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഉരുളകളാക്കി എടുത്ത് അച്ചിലേക്ക് ഇട്ട് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ഷേപ്പിലും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ വെജ് ആയതുകൊണ്ട് ഞാനിവിടെ മൈദയാണ് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി മൈദ ഇഷ്ടമല്ലാത്തവർക്ക് മുട്ടയാണ് മിക്സ് ചെയ്യണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നും മൈദയിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം.
ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഒരു പാനിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെജ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.